ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവമക്കളും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ ഹിതവും നിന്റെ ആലോചനയും മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഞാൻ എവിടെ പാർക്കണം, ഞാൻ എങ്ങനെ ആയിരിക്കണം, അതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടി എന്ന വണ്ണമാണ് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. 107-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വചനം. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവയെ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി. നിങ്ങൾ എവിടെ എത്തണമോ അവിടെ നിങ്ങൾ എത്തേണ്ടതിന് നിങ്ങളെ ചൊവ്വേ ഉള്ള വഴിയിൽ കൂടെ നടത്തി. രൂത്ത് ഒരു മോവാബ്യ പെൺകുട്ടിയാണ്. നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ പറയാനുള്ളൂ. അമ്മായിയമ്മയുടെ കരം കോർത്തുകൊണ്ട് യഹൂദിയിലെ ബേദലഹേമിലേക്ക് നടന്നു വരുമ്പോൾ അവൾ അറിഞ്ഞില്ല പരാജയത്തിലേക്കല്ല നടക്കുന്നത്, ഒരു വിജയത്തിലേക്കാണെന്നുള്ള വിവരം. അവൾ അവിടെ എത്തി രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ വയലിൽ പറക്കുവാൻ ഇറങ്ങുന്ന രൂത്തിനെയാ നമുക്ക് ആദ്യം പഠിക്കുവാൻ കഴിയുന്നത്. പിന്നെ അവൾ വാരിയെടുക്കുന്ന ഒരു രൂത്തിനെയാ നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അളന്നു വാങ്ങിക്കുന്ന ഒരു രൂത്തിനെയാ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ സകലത്തിനും ഉടമസ്ഥയായി തീർന്ന ഒരു രൂത്തിനെ കുറിച്ചാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രൂത്തിനെ വിളിച്ചു വരുത്തി ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ അവൾ പറയും, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് അർഹിക്കാത്ത പദവികൾ എനിക്ക് തന്ന് ജീവിതത്തിൽ സംഭവിച്ച സകല കഷ്ടനഷ്ടങ്ങൾക്കും നിലനിൽക്കുന്ന നിത്യമായ പരിഹാരം ഒരുക്കി തന്ന ഒരു ദൈവത്തെ കാണാൻ ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടത്, നിങ്ങളെ എവിടോ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ശിശു ഇരിക്കുന്ന സ്ഥലം വരെയും അവർക്ക് മുമ്പിൽ ഒരു നക്ഷത്രം യാത്ര ചെയ്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുക. അവർ പോകേണ്ട വഴിയുടെ അടയാളമായിരുന്നു അത്. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ചിന്തയിലും ഓർമ്മയിലും ബുദ്ധിയിലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഓർത്തോണം, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുകയാണ്. ഈ ദിവസങ്ങളിൽ നീ എത്തേണ്ടിടത്തെത്തും, പാർക്കേണ്ടിടത്ത് പാർക്കും. ദൈവം നിന്നിലൂടെ വലിയ പ്രവർത്തികൾ ചെയ്യാൻ പോകുക. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം ഞങ്ങളെ നിയന്ത്രിക്കണം, ദൈവം ഞങ്ങളെ നടത്തണം. ഞങ്ങൾ എത്തേണ്ട സ്ഥാനത്തെത്തുവാൻ ഞങ്ങൾക്ക് വിശേഷ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എത്താനിടത്ത് നീ എത്തും, ദൈവം നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. ഗോഡ് ബ്ലെസ് യു.